വെൽക്കം ബാക്ക് ടു അൺസ്ക്രിപ്റ്റഡ് ലൈഫ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്തെന്നാൽ സെപ്റ്റംബർ 20-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. വേറെ എവിടെയുമല്ല, നമ്മുടെ കന്യാകുമാരിയിലേക്കാണ്. ഫുഡ് ഞങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുപോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാനും എന്റെ അനിയത്തിയും കൂടെയാണ് പച്ചക്കറി വാങ്ങാൻ പോയത്. തിരുവനന്തപുരം ചാലയിൽ പോയി അത്യാവശ്യം വേണ്ട പച്ചക്കറിയും വാങ്ങി. അതിനുശേഷം മാർജിൻ ഫ്രീയിലോട്ട് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ രാത്രി എല്ലാവരും കൂടി പാചകം ചെയ്യാനുള്ള തയ്യാറിലാണ്. രാവിലത്തെ ഫുഡിന് ഇഡലിയും സാമ്പാറുമായിരുന്നു. നിതിനും അച്ചുവും മിനിച്ചേച്ചിയും കൂടി ഇഡലി ആസ്വദിച്ചുണ്ടാകുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഇഡലി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, പിന്നെ ശരിയായി. സാമ്പാർ ഉണ്ടാക്കിയത് നിതിനാണ്. വിചാരിച്ചതുപോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 6:30 മണിയോടെ വണ്ടി എടുത്തു. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയി. ട്രാവൽ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. വേറെ ഒന്നുമല്ല, യാത്ര കഴിയുന്നത് വരെ ഛർദിലായിരുന്നു.
ആദ്യം പോയത് തൃപ്പരപ്പിലാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. അങ്ങനെ അവിടെ അടിച്ചു പൊളിച്ചു. പിന്നെ അവിടെ ചെന്ന് എല്ലാവരും ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ആരെയും കാണാനില്ല, കാരണം എല്ലാവരും വെള്ളച്ചാട്ടത്തിനിടയ്ക്കായിരുന്നു. തേജുവും മാധവും ടിയയും കൂടി എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല. തിരിച്ചു കയറാൻ പറഞ്ഞതിന്റെ കരച്ചിലായിരുന്നു. പിന്നെ അവിടുന്ന് എല്ലാവരും രാവിലെ ഫുഡ് കഴിഞ്ഞ് നേരെ വട്ടക്കോട്ടയിലേക്ക് പോയി. എല്ലാവർക്കും പിന്നെ കരിക്ക് വാങ്ങി. നല്ല വെയിലായിരുന്നു, അതിനൊത്ത് ദാഹവുമുണ്ട്. എനിക്ക് മൊത്തവും കുടിക്കാൻ പറ്റിയില്ല ഷർദിൽ കാരണം. അതുകൊണ്ട് ഞാൻ ടീയ്ക്ക് കൊടുത്തു. അതിനിടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ട്. ടീം എല്ലാവരും കൂടെ എവിടെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കോട്ടയ്ക്കകത്തുള്ള എൻട്രി പാസ് എടുത്ത് അകത്തേക്ക് കയറി. കിരണും തേജുവും കൂടെയുണ്ട്. മരങ്ങൾ ഉള്ളതാണ് വലിയ ആശ്വാസം. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. Searching for your trace in the dark, losing myself in the endless memories of the end right from the start. You're an obsession in my head, I can't forget your eyes. Your kisses burn my skin, I feel so empty inside. തേജുവിനെയും തോളിൽ കയറ്റി കിരൺ ദേ പോകുന്നു. ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് കണ്ട് കോട്ട കാണാൻ വന്ന ചേച്ചിമാർ എനിക്ക് ഹായ് പറയുന്നുണ്ടേ. ഒന്നൂടാ പിന്നെ മുകളിൽ ചെന്ന് തേജുവിന്റെയും എന്റെയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അനൂപും ജോജിയും ഉണ്ണിയും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എന്തൊക്കെ പറയുന്നുണ്ടേ. അടുത്ത് പിന്നെ കോട്ടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കന്യാകുമാരിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഞാനും തേജുവും ചേട്ടന്റെ മകൻ അരുണും കൂടി ഒറ്റയ്ക്കായി.
ബാക്കി എല്ലാവരും കൂടി പല വഴിക്കായിട്ടാണ് പോയത്. പിന്നെ ഒരുമിച്ച് എല്ലാവരും കിട്ടി. ജോജിയും അനൂപും വീഡിയോയ്ക്ക് പോസ്റ്റ് തരുന്നുണ്ടെന്ന് കണ്ടാലറിയാം പുതിയ കണ്ണട കാണിക്കാൻ വേണ്ടിയാണെന്ന്. അഞ്ചു മണിയോടെ ഞങ്ങൾ എല്ലാവരും പിന്നെ ചായ കുടിച്ച് തൊട്ടടുത്തൊരു സ്വാമി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ചായ വേണമെന്ന്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും പറഞ്ഞില്ല. പിന്നെ സ്വാമിക്കും ചായ വാങ്ങിക്കൊടുത്തു. ഇടയ്ക്ക് തേജ് ഒരു കൈനോട്ടക്കാരന്റെ തത്തയെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നേ. ഞാൻ പിന്നെ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു അവന്റെ കരച്ചിലങ്ങ് നിർത്തി. ഒരുപാട് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാതെ ഞാനും കിരണും തേജുവും കൂടെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചായിരുന്നേ. പക്ഷേ എനിക്ക് വലുതായിട്ടതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കടലിൽ കുളിക്കാൻ പോയി. ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ നേരെ അതൊക്കെ കഴിഞ്ഞ് സുചീന്ദ്രം ക്ഷേത്രത്തിലോട്ട് പോയി. നന്നായി തൊഴുതു. എല്ലാവരും ഒരുമിച്ചാണ് കയറിയതെങ്കിലും പലരെയും കാണാനില്ലായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം തിരികെ വരുന്ന വഴി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും യാത്രകൾ തുടരും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം അൺസ്ക്രിപ്റ്റഡ് ലൈഫ്.